ഈ മുകേഷിനെതിരെയുള്ള ആരോപണം എന്താണ്? മുകേഷിനെതിരെ ആരോപണം രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മുകേഷിനെതിരെ ഇതുപോലെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. അത് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഈ കലണ്ടറിൻ്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിലൊന്നും ഉടഞ്ഞു കയറാമെന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിലൊന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച് നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിപ്പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖമൊന്നും കൊടുക്കാറില്ല ഇപ്പം സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പം നാടകമേ പോലുക എന്നതിൽ വെച്ച് ഞാനിങ്ങനെ മാറി നടന്നപ്പോൾ പുള്ളിക്കാരൻ, ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല. എന്നിട്ട് ഓടിപ്പോയി. അപ്പോൾ എൻ്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമെന്ന്. അപ്പോൾ പുറകെ വന്ന് തട്ടി അവിടെ വെച്ചാൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ. എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. എന്നിട്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അവർക്ക് എഫക്റ്റ് അത് അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഒളിച്ചെന്നല്ല സപ്രസ് ചെയ്ത് വെച്ചത്. കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിൽ കളിയാക്കത്തില്ല എങ്ങനെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് മുന്തിയില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. കാരണം അന്നെന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, നിയമമായാലും പൊളിറ്റീഷ്യനായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും. ഇന്ന് കാലം മാറി. ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ്. ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു. കാരണം എനിക്കും എൻ്റെ ഒരു മോള്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്.